പള്ളി മുഴുവൻ ഇങ്ങനെ വല്ലാതെ സങ്കടത്താല് ഇവിടുത്തെ കണ്ണീരിനാൽ ഒരു പുഴയായ ഒരു ബഹറായി നയിക്കാൻ. മദീന പള്ളിയിലെ അപ്പത്തെ അവസ്ഥകളിൽ നിന്ന് മനസ്സിൽ ഇമേജ് രോഗം എന്തേ കാര്യം മദീന പള്ളിയുടെ അവസ്ഥ. സഹാബത്തിനുള്ള മദീന പള്ളിയിൽ നിന്നിരിക്കാൻ അവരുടെ മനസ്സ് മുഴുവൻ അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തോട് അംഗീകരിക്കാൻ കഴിയാതെ അവിടെ ഇങ്ങനെ എല്ലാവരും മനസ്സിരുത്തിക്കൊണ്ട് അവിടുത്തെ മദീന പള്ളിയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മദീന പള്ളി ഇങ്ങനെ വിതുമ്പുന്നുണ്ട്, അവിടുത്തെ ചുമരുകൾ പോലും വിതുമ്പുന്നുണ്ട്, അവിടുത്തെ സഹാബത്തിനെ വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഞങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് ഹദീസുകളെ ഓടിത്തന്നിരുന്ന ഞങ്ങളുടെ ഒരാളായിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്ന ഞങ്ങളുടെ മുഴുവൻ സാഹിബായിരുന്ന ഞങ്ങളുടെ കരണിന്റെ കഷ്ടമായിരുന്ന നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് ഞങ്ങൾ ഒരുവരായി കൊണ്ടുവരുന്നില്ലേ? മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഹബീബ് ഞങ്ങൾക്ക് തമാശകൾ പറഞ്ഞു തന്നിരുന്നു, ഞങ്ങൾക്ക് ഹദീസുകൾ പറഞ്ഞു തന്നിരുന്നു. ഈ ലോകത്തിന്റെ നേതാവ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തോട് ആലോചിക്കാൻ പോലും കഴിയാതെ സഹാബത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ രംഗം. മദീനയിലെ വലിയൊരു ഈന്തപ്പഴത്തോട്ടത്തില് അബ്ദുല്ലാഹ് ഇബ്നു സൈദ് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ അതേ ഈന്തപ്പഴത്തിന്റെ തോട്ടത്തിലെ ഈത്തപ്പഴത്തിന്റെ മരത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് ഒരു കൊട്ടയിൽ ഇങ്ങനെ ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ ഇല്ലാതെ സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അബ്ദുല്ലാഹ് ഇബ്നു സൈദ് എന്ന് പറയുന്ന സഹാബിയുടെ മകൻ ഇങ്ങനെ ഓടി വരുന്നത്. ഈ അബ്ദുല്ലാഹ് ഇബ്നു സൈദ് എന്ന് പറയുന്ന മനുഷ്യനെ ഈത്തപ്പഴ മരത്തിന്റെ മേലിൽ നിന്ന് ഇങ്ങനെ കാണുന്നു, ഈന്തപ്പന മരത്തിന്റെ മേലിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അദ്ദേഹം ആലോചിച്ച് നോക്കണം, അദ്ദേഹം ഈന്തപ്പനത്തിന്റെ മരത്തിൽ ഇങ്ങനെ കയറുന്നു, അവിടുത്തെ ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് തന്റെ അപ്പുറത്തുള്ള ഒരു കൊട്ടയിൽ ഇങ്ങനെ തന്റെ ശരീരത്തിൽ ബന്ധിപ്പിച്ചുള്ള ഒരു കൊട്ടയൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യനിങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഹിബ്ബുൻ നബിയാണ്. അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും സ്നേഹിക്കുക, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക എന്നിങ്ങനെ ആലോചിച്ചു നിൽക്കുന്ന സഹാബത്താണ്. ഈ മകൻ ഇങ്ങനെ ഓടിക്കൊണ്ടുകൊണ്ട് പറഞ്ഞിട്ട് നമ്മുടെ ഹബീബ് ലോകത്തോട് പറഞ്ഞു പോയിട്ടുണ്ട്, അവസാനത്തായിട്ടുണ്ട്, അല്പസമയം നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹബീബ് ലോകത്തോട് പോയിട്ടുണ്ട്. ഇപ്പോഴും കുട്ടിങ്ങനെ വന്നുകൊണ്ട് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ഇങ്ങനെ മദീന നഗരത്തിന് തോട്ടത്തിൽ നിന്ന് പൂന്തോട്ടത്തിൽ നിന്ന് അവർക്ക് മദീന തോട്ടത്തിൽ നിന്ന് ഈന്തപ്പന തോട്ടത്തിൽ നിന്ന് ഈന്തപ്പന മരത്തിന് മുകളിൽ നിന്ന് നല്ല ഇങ്ങനെ താഴോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ടതാ തന്റെ അരയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ആ കൊട്ടയെടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് രണ്ട് കൈകളും പടച്ചുറപ്പ് ആകാശത്തിലേക്ക് എത്തിക്കൊണ്ടതിന് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അദ്ഹിബ് ബസരി, അല്ലാഹുമ്മ അദ്ഹിബ് ബസരി, എന്റെ കാഴ്ചയും എടുത്ത് കളഞ്ഞേക്കല്ല, എന്റെ കാഴ്ചയും എടുത്ത് കളഞ്ഞേക്ക്. കബീലില്ലാത്ത മദീന എനിക്ക് കാണുന്നുണ്ട്. ആ മനുഷ്യനാ എന്റെ കാഴ്ച എടുത്ത് കളയാൻ വേണ്ടിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഹബീബിങ്ങളെ പ്രകാശം നിറഞ്ഞു ഹബീബുല്ലാഹ്